ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിലും ഉത്സവത്തിനെത്തിച്ച ആന വഴുവാടി കാശിനാഥൻ എന്ന ആന പാപ്പാനെ ചവിട്ടിക്കൊണ്ടിരുന്ന വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരനുണ്ട്. ശ്രീജിത്ത്, ആ ആനയെ തളയ്ക്കാൻ കഴിഞ്ഞോ? വിവരങ്ങൾ എങ്ങനെയാണ്? അനൂപ്, ആന ഇപ്പോൾ തളച്ചിട്ടുണ്ട്. അതിന്റെ ചില CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. രണ്ട് ആനകൾ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരത്ത് വിളക്ക് ഉത്സവത്തിനിടെ തന്നെ ഈ ആന ചെറിയ ഇടത്തിൽ കാണിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേർക്ക് അവിടെ നിന്ന് വീണ് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതോടുകൂടി ഈ ആനയെ മാറ്റി നിർത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ആനയെ ഇന്നലെ പൂർണ്ണമായി അവിടെ തന്നെ ഈ കൊത്തിലായ്ക്കൽ എന്ന ഈ ദേവസ്വത്തിന്റെ പറമ്പിൽ തന്നെ നിർത്തുകയായിരുന്നു. ശേഷം ഇന്ന് രാവിലെ ഒന്നും കാര്യമായ രീതിയിലുള്ള കുഴപ്പങ്ങൾ ആന കാണിച്ചിരുന്നില്ല. ഉച്ചയോടുകൂടി ആനയുടെ സ്വഭാവം വീണ്ടും മാറുകയായിരുന്നു. ആന വീണ്ടും ഇടയുകയായിരുന്നു. അവിടെ നിൽക്കുകയായിരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഈ ഷെഡിനടുത്തേക്ക് ആന പോവുകയായിരുന്നു. ഈ ഷെഡ് പൂർണ്ണമായി ആന തകർത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ആന ഈ ഷെഡ് തകർക്കുമ്പോൾ അതിനെ തടയാൻ ശ്രമിച്ച പാപ്പാന്മാർക്കാണ് പരിക്കേൽക്കുന്നത്. ഒന്നാം പാപ്പാൻ അമലിന് ഈ ഷെഡ് ശരീരത്തിലേക്ക് വീണിട്ടാണ് പരിക്കേറ്റിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് പ്രേക്ഷകരെ കാണിക്കാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ ഈ ആന രണ്ടാനകൾ ആ മേഖലയിൽ നിൽക്കുന്നുണ്ട്. ആ മറ്റേ ആനയെ പെട്ടെന്ന് തന്നെ മാറ്റുകയായിരുന്നു അതിന്റെ പാപ്പാന്മാർ. അതുകൊണ്ട് അത് ഈ പൂർണ്ണമായി അതിന്റെ CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആ പുറകിൽ നിൽക്കുന്ന ആനയാണ് ഇടഞ്ഞത്, കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ഇടഞ്ഞത്. അതിൽ മുന്നിൽ ഒരു ആനയുണ്ടായിരുന്നു. ആ ആനയെ അപ്പോൾ തന്നെ മാറ്റുന്നു. ആ ആന അവിടെ നിന്ന് ആ ഷെഡുള്ള ഭാഗത്തേക്ക് പോകുമ്പോൾ ഷെഡ് വീണാണ് ഒരു പാപ്പാന് പരിക്ക് പറ്റിയത്. മറ്റൊരു പാപ്പാൻ അവിടെ വെച്ച് ദാരുണാന്ത്യം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മുന്നിലുള്ള ആനയല്ല, പിന്നിലുള്ള ആനയാണ്. അവിടെ പാപ്പാന്മാർ ആനയെ തളയ്ക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. പുറകിലത്തെ ഷെഡ് ആന മറിച്ചിടുന്നുണ്ട്. അതിനുശേഷമാണ് ആന ഇടഞ്ഞത്. ഒരുപാട് നേരം പരിഭ്രാന്തി പരത്തിയിരുന്നു. CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. ശ്രീജിത്ത്, ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്, കാരണം പുറകിൽ ആന ഇടയുന്നു, ഒപ്പം തന്നെ ആ ഷെഡിലേക്ക് ഇടിച്ചു കയറുന്നുണ്ട്. പാപ്പാന്മാർ തളയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് കഴിയുന്നില്ല. അത് തന്നെയാണ്. ഒരുപക്ഷെ ചൂടായിരിക്കാം ഇത്തരത്തിൽ ആന വീണ്ടും അക്രമാസക്തനാകാൻ കാരണമെന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. എന്തായാലും ഈ കാശിനാഥൻ എന്ന ഈ ആനയെ പൂർണ്ണമായി തന്നെ തളയ്ക്കാൻ വേണ്ടി കഴിഞ്ഞു. ഏതാണ്ട് ഒരു മണിക്കൂർ നേരം കഴിഞ്ഞപ്പോൾ തന്നെ ആനയെ പൂർണ്ണമായി തളയ്ക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ അതിനെ കൊണ്ടുപോയിട്ടുണ്ട്. എലിഫന്റ് സ്ക്വാഡ് അടക്കം അതിനെ അവിടുന്ന് ഈ മേഖലയിൽ നിന്ന് പൂർണ്ണമായി മാറ്റിയിട്ടുണ്ട്. ആ മാറ്റുന്ന ദൃശ്യങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ശ്രീകുട്ടന്റെ നെഞ്ചിനാണ് ചവിട്ടേറ്റിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രി വളരെ അടുത്താണ്. ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീകുട്ടൻ തിരുവനന്തപുരം സ്വദേശിയാണ്. അമൽ എന്ന ഒന്നാം പാപ്പാനുണ്ട്. അമലിനും ഈ ശരീരത്തിലേക്ക് ഷെഡ് വീണാണ് പരിക്കേറ്റിരിക്കുന്നത്. അമലിനെയും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ദാരുണമായ സംഭവമാണ് കിടങ്ങൂരിലെ. ശരി, അത് തന്നെയാണ്, ദാരുണമായ സംഭവം തന്നെയാണ്. രണ്ടാം പാപ്പാനാണ് നെഞ്ചിൽ ചവിട്ടേറ്റിരിക്കുന്നത്. ശ്രീകുട്ടൻ ഓൺ ദി സ്പോട്ടിൽ തന്നെ അദ്ദേഹം മരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.